അങ്ങനെ IPL-ലെ 4ാമത്തെ മത്സരം ഗുജറാത്തും പഞ്ചാബും തമ്മിലുള്ള മത്സരം ഒരു മികച്ചൊരു മത്സരമാണ്. ഒരു ലോ സ്കോർ മത്സരമായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ ആവേശത്തിന് തെല്ലും കുറവ് ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിന്റെ ഈ ധൈര്യം ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. 162 റൺസ് ഈ പറയുന്ന പോലെ പിടിച്ച് കെട്ടാനായിട്ട് തുനിയുമ്പോൾ അത് അവസാന ഓവറിലോട്ട് വരെ കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അതും പഞ്ചാബ് പോലൊരു ബാറ്റിംഗ് ഡെപ്ത് ഉള്ളൊരു ടീമിനെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ബോളർമാർ എങ്ങനെ കൈകാര്യം ചെയ്യും, കുറച്ച് പാടുപെടുമെന്ന് വിചാരിച്ചു. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പറയുന്ന പോലെ ഗുജറാത്തിന്റെ ബോളർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ പറയുന്ന പോലെ 162 റൺസ് എന്നുള്ളത് വലിയൊരു സ്കോറൊന്നും അല്ല. പക്ഷേ അതിനെ ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഡിഫെൻഡ് ചെയ്യാൻ അവര് എടുക്കുന്ന എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. അതിന് അവരുടെ കോച്ചസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻ ആണെങ്കിലും എല്ലാവരും അതിനുള്ള പങ്ക്, ടീം മെമ്പേഴ്സ് എല്ലാവരും ഈ പറയുന്ന പോലെ ഫീൽഡിങ്ങിലേക്കും അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അവർ ഇടുന്നുണ്ട്. ഈ പറയുന്ന പോലെ ശരിക്കും ഗുജറാത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അവർക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഇന്റന്റ് അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ എങ്ങനെയും ഒരു 170 180 റൺസിലോട്ട് എത്തിക്കുക, അത് ഡിഫെൻഡ് ചെയ്യുക, അതിനുള്ള ബോളിങ് അവരുടെ കയ്യിലുണ്ട്. റാഷിദ് ഖാനെ പോലൊരു മികച്ചൊരു സ്പിന്നറും അതുപോലെ തന്നെ സിറാജ്, റബാദ, പ്രസിദ്ധ് കൃഷ്ണ, അങ്ങനെ കുറച്ച് പേസ് ബോളേഴ്സ് ഉണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ അശോക് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബോളറുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബോളിംഗ് സൈഡ് തന്നെ അവർക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബലം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എത്ര ചെറിയ ടോട്ടൽ ആണെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ മത്സരങ്ങളിലും ഈ പറയുന്ന ബാറ്റർമാരെ ഉറ്റുനോക്കുമ്പോൾ ബോളിങ്ങിനെ വെച്ചുകൊണ്ട് തന്നെ കളി പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ പിന്നിൽ കിടക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നെഹ്റയ്ക്ക് അതിന്റെ പിന്നിൽ വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇവിടോട്ട് വരുമ്പോഴത്തേനും ഗില്ലാണെങ്കിലും സായി സുദർശൻ ആണെങ്കിലും അത്രയും ഈ പറയുന്ന അഗ്രസീവ് ആയിട്ടുള്ളൊരു ബാറ്റർ അല്ല രണ്ടുപേരും. പിന്നെ ഇന്നാണെങ്കിൽ തന്നെയും ബട്ട്ലറിന് വേണ്ടുന്ന പോലെ ഒരു താളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, പിന്നെ ഫിലിപ്സിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വാഷിംഗ്ടൺ സുന്ദർ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതാണ്. കാരണം ഒരുപാട് നാളുകളായി, നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടെന്ന് അറിയില്ല, വാഷിംഗ്ടൺ സുന്ദർ മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു ഇന്നിങ്സ് പെട്ടെന്ന് ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഈ സീസണിലെങ്കിലും ഒന്ന് മാറണം. എനിക്ക് എന്റേതായിട്ടുള്ളൊരു സ്ഥാനം നേടണം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കൊച്ചു പയ്യനായിട്ടുള്ള വൈഭവ് സൂര്യവംശി വരെയും ഈ പറയുന്ന എത്രയോ അഗ്രസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലൂടെയാണ് ബാറ്റ് ചെയ്യുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ വാഷിംഗ്ടൺ സുന്ദർ എന്തിനോ ഒരു ഓൾറൗണ്ടർ, അങ്ങനെ ഇരിക്കാണ്ട് ഈ സീസണുകളിൽ എങ്കിലും നിന്റെ കഴിവൊന്ന് പുറത്തെടുക്കുക. അതും ജനങ്ങളൊന്ന് കാണട്ടെ, അത് ജനങ്ങളിലോട്ടൊന്ന് എത്തിക്കുകയും അതെന്താണ് വാഷിംഗ്ടൺ സുന്ദറിന്റെ ഉള്ളിലോട്ട് കയറാത്തതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരാത്തതെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വാഷിംഗ്ടൺ സുന്ദർ ഇത്രയും പതുങ്ങി ഈ പറയുന്ന കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ വാഷിംഗ്ടൺ സുന്ദർ അത്യാവശ്യം ഡെത്ത് ഓവറുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയിരുന്നു. പക്ഷേ 16 ബോളിൽ 18 റൺസ് മാത്രമാണ് വാഷിംഗ്ടൺ സുന്ദർ എടുത്തിട്ടുള്ളത്. ഇവർക്ക് ഗുജറാത്തിന് കാര്യമായിട്ട് പറയാൻ ഈ പറഞ്ഞതിൽ ഫിനിഷറായിട്ട് ഷാരൂഖ് ഖാനും തെവാട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. തെവാട്ടിക്കാണെങ്കിൽ പോലും 10 ബോളിൽ 11. അവസാനം വന്ന് ഈ പറഞ്ഞത് ഫിനിഷിംഗ് സൈഡിലോട്ട് വരുന്നതാണ്. അപ്പം ഗുജറാത്ത് ടീമിന്റെ ബാറ്റിങ് ഈ പറയുന്ന പോലെ ഇത്രയൊന്നും പോരാ. നല്ലൊരു ബാറ്റിംഗ് സൈഡുള്ളൊരു ടീമിന്റെ എടുക്കൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ, എത്ര വലിയ ബോളിംഗ് ടീം ഉണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ വിശ്വാസം വെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ കുറഞ്ഞ ഒരു 180 റണ്ണെങ്കിലും ഏട്ടെങ്കിലും ആവറേജ് സ്കോറിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പഞ്ചാബിന്റെ ബോളിംഗ് സൈഡിലോട്ട് എടുത്തു പറയുമ്പം ചഹലിന്റെ ഓവർ, അദ്ദേഹം ഈ പറയുന്ന വളരെ മികച്ച രീതിയിലാണ് ചഹല് പന്തെറിയുന്നത്. അതിനകത്ത് ഒന്നും പറയാനില്ല, ബ്യൂട്ടിഫുൾ ആയിട്ട് പന്തെറിയുന്നു. അതുപോലെ തന്നെ മാർക്കോ ജോൺസൺ പന്തെറിഞ്ഞതും, അതുപോലെ തന്നെ വൈശാഖ് ഡെത്ത് ഓവറുകളിലൊക്കെയും എത്രയോ മനോഹരമായിട്ടാണ് വൈശാഖ് പന്തെറിയുന്നത്. 3 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. യുസ്വേന്ദ്ര ചഹൽ 2 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ബോളിംഗ് സൈഡും പഞ്ചാബിന്റെ ബോളിംഗ് സൈഡ് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ടീമിനെയും ഒന്ന് പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ഈ മത്സരത്തിലോട്ട് വരുമ്പോഴത്തേനും വെറുതെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രിയാൻഷ ആര്യയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രസിബ്രാൻ സിംഗ് ഈ പറഞ്ഞ നല്ലൊരു തുടക്കം തുടങ്ങാനായിട്ടുള്ള എല്ലാവിധ
കാര്യങ്ങളും ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തു, 37 റൺസ് നേടി. പക്ഷേ കൂപ്പർ കൊനോലി എന്ന് പറയുന്നുള്ള ബാറ്റർ, ഓസ്ട്രേലിയൻ ബാറ്റർ ഒരു രക്ഷയില്ലാത്തൊരു ഡെബ്യൂട്ടാണ് നടത്തിയിട്ടുള്ളത്. ഡ്രീം ഡെബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കണം. കാരണം അദ്ദേഹമാണ് ഒറ്റയാൾ പോരാട്ടം, 72 റൺസ്, 44 ബോളിൽ 72 റൺസ് നേടി ആ ടീമിനെ ആദ്യം മുതൽ അവസാനം വരെയും കൊണ്ടെത്തിക്കുക. അത് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹത്തിന് വലിയൊരു ഭാവി തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അത്രയും മികച്ചൊരു ബാറ്ററാണ്. അത്രയും മികച്ച ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. റാഷിദ് ഖാനെ 103 മീറ്റർ സിക്സ് അടിച്ചത്. എന്താ സിക്സാന്നറിയോ? ഒരു രക്ഷയില്ലാത്ത കുറെ മനോഹരമായിട്ടുള്ള ഷോട്ടുകളാണ് ഈ പറഞ്ഞ കൂപ്പർ കൊനോലി കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവർക്ക് പറയാനായിട്ട് പഞ്ചാബിന്റെ ബാക്കിയുള്ളവരൊക്കെയും ശ്രേയസ് ഉൾപ്പെടെ എല്ലാവരും നിരാശപ്പെടുത്തിയപ്പം അദ്ദേഹം മാത്രമാണ് കളിച്ചത്. പിന്നെ അവസാനം എൻഡിലോട്ട് എത്തിയപ്പോഴത്തേനും സേവിയർ ബാട്ട്ലെറ്റ് വന്നിട്ട് സേവിയർ ആകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം ഒരു 6 നേടി, അവസാന ഓവറുകളിൽ ഒരു 6 നേടിയപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു 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 എന്താ ഇനി സിമ്പിളായിട്ട് നേടാമെന്നുള്ളൊരു കോൺഫിഡൻസിലോട്ട് ഈ പറയുന്ന പോലെ കൊനോളി ഉൾപ്പെടെ പഞ്ചാബിന്റെ സൈഡ് ഉൾപ്പെടെ ആരാധകർക്ക് ഉൾപ്പെടെയൊക്കെ ഒരു തോന്നലുണ്ടായി. അത് സേവിയർ ബാട്ട്ലെറ്റിന്റെ ആ ഒരു 6 കാരണമാണ്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയണം. വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. 18ാമത്തെ ഓവർ സിറാജിന് 2 ഓവർ ബാക്കി ഉണ്ടായിട്ടും നല്ല മികച്ച ആദ്യത്തെ 2 ഓവറുകൾ പവർ പ്ലേയിൽ എറിഞ്ഞിട്ടും സിറാജിന് ഓവർ കൊടുക്കാണ്ട് 18ാമത്തെ ഓവർ ഈ പറയുന്ന പോലെ അവരുടെ പുതിയ ബോളറായിട്ടുള്ള അശോക് ശർമ്മയ്ക്ക് കൊടുത്തു. അദ്ദേഹത്തിന് 3ാമത്തെ ഓവറാണ്. ആ ഓവറിൽ അദ്ദേഹം വിക്കറ്റ് നേടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതും മാർക്കോ ജാൻസന്റെ ഒരു വിക്കറ്റാണ്. അപ്പൊ ആ ഒരു തീരുമാനം എങ്ങനെ വന്നു, അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് അറിയില്ല. സിറാജിനെ പോലൊരു എക്സ്പീരിയൻസ്ഡ് ബോളർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന് ഒരു ഓവർ പോലും കൊടുക്കാണ്ട് മറ്റുള്ളവരെ കൊണ്ട് എറിയിപ്പിച്ചത് അത് ഒരു തരത്തിലൊരു വിമർശനം ഉണ്ടാകാം, എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ആ ഒരു ധൈര്യം എവിടുന്ന് കിട്ടി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് അശോക് ശർമ്മ ആ ഒരു ഓവർ എറിഞ്ഞത് പാളിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിന്റെ മണ്ടയ്ക്ക് എല്ലാ പഴികളും വന്ന് ചേരും. പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടാകാണ്ട് ആ ബോളറിന് മേൽ കൊടുത്ത വിശ്വാസം അത് ഭയങ്കരമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അശോക് ശർമ്മ ആ ഒരു ഓവർ നല്ലപോലെ എറിഞ്ഞിട്ടുള്ളത്. പ്രസിദ്ധ് കൃഷ്ണയുടെ ആദ്യത്തെ സ്പെല്ല് ഭയാനകം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അതുപോലെ ആദ്യത്തെ 2 ഓവറിലാണ്ട് 2-3 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് 3 വിക്കറ്റ് കണ്ട് നേടിയിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള 2 ഓവറിൽ 10, 28, 25, 24, 20 മണ്ടയ്ക്ക് എന്തായാലും റൺസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് അവസാന ഓവറുകളിൽ പഞ്ചാബിന്റെ റണ്ണ് കൊടുത്തത്. അപ്പം പക്ഷെ ആ ആദ്യത്തെ 2 സ്പെല്ല് അത് ഭയങ്കര തീയായിരുന്നു, ഭയങ്കര പവർ ആയിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. പ്രസിദ്ധ് കൃഷ്ണ നല്ല ഭാവിയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹം ഉഴപ്പ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സീസണുകളിലും അദ്ദേഹത്തിന് വേണ്ട പോലെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു നല്ല തുടക്കം തന്നെയാണ് തീർച്ചയായിട്ടും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഈ പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്.